പ്രവർത്തക പി ഗീത ചേരുന്നുണ്ട്. ശ്രീമതി പി ഗീത, ഇവിടെ വിനായകനെ ഇപ്പോൾ സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് വിനായകൻ പലരെയും, അതായത് ഗാന്ധിജി, രാഷ്ട്രപിതാവിനെ അടക്കം അധിക്ഷേപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം നിരവധി പരാതികൾ അന്നൊക്കെ ഇയാൾക്കെതിരെ പോയതാണ്. VS-നെ, ഉമ്മൻചാണ്ടിയെ പോലെ നമ്മളൊക്കെ മലയാളികളൊക്കെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ അങ്ങേറ്റം കെട്ടറപ്പുളവാക്കുന്ന ഭാഷയിൽ വിനായകൻ ആക്ഷേപിച്ചാലും വിനായകന് മാത്രം നിയമപരിരക്ഷ കിട്ടുന്നു. അവിടെ ജാതീയ കാടിറക്കി ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ചില സൈബർ ഇടങ്ങളിൽ പലരും രംഗത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോലീസിനെ സംബന്ധിച്ച് ഇത്തരം ഒരു നടപടിയിലേക്ക്, വിനായകനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അതോ സാധാരണഗതിയിൽ കണ്ണിപ്പൊടിയിടാനുള്ള? കാരണം നിരവധി പരാതികൾ ഈ മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിന്, ഒരു സ്ത്രീയെ അടക്കം അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ, വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിച്ച സാഹചര്യം പോലും ഉണ്ടായി. ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ പോലീസ് അത്തരം ഒരു നടപടിയിലേക്ക്, ഇയാളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത്? അത് തിരുത്തപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധി പോലീസ് കാണിക്കുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഈ ഒരു കൺസെന്റ്, കാരണം ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ളൊരു സമ്മതം അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ബന്ധമാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാതി കാർഡുമാണ്. അപ്പോ അത് എടുത്ത് അദ്ദേഹം വളരെയധികം ദുരുപയോഗം ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീമാൻ ഉമ്മൻചാണ്ടി മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ വളരെ ഹെർട്ടിങ് ആയിരുന്നു. അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് അങ്ങനെയായിരിക്കും, അവര് പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ. അപ്പോ പ്പെടാതെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അത്തരം ആൾക്കാർ ഇപ്പോഴല്ലേ സംസാരിച്ചുള്ളൂ, ഇനി കുറച്ച് അവര് സംസാരിക്കട്ടെ, ഒന്ന് ക്ഷമിച്ചേക്കുക, നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നുകൂടെ, നിങ്ങളൊക്കെ കുറെ കാലമായില്ലേ പറയുന്നു എന്നൊക്കെയുള്ള തരത്തില് അത് തിരുത്തപ്പെടാതെ അങ്ങനെ പോയി. അത് ഏറെ ലാളിച്ച് വഷളാക്കുമ്പോ കുട്ടികൾ നാശമായി പോകുമല്ലോ. അപ്പോ അത്തരത്തിലുള്ള ഒരു നാശകാരകമായി മാറുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴെങ്കിലും പോലീസ് ഇടപെട്ടത് നന്നായി. അദ്ദേഹം പോസ്റ്റുകൾ പിൻവലിച്ചത് അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ സ്വാഭാവികമായിട്ടുള്ള തിരുത്തുകൾ വന്നതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും ഇത് ഒരു 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 ഇത്തരത്തിലൊരു നീക്കം, അതായത് ഇപ്പം സീതയ്ക്ക് രാമനെ വേണോ രാവണനെ വേണോ എന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം രാവണനും സീതയോട് അത്യാചാരമാണ്, സീതയുടെ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല കൊണ്ടുപോയത്. അതുകൊണ്ട് രാവണൻ ന്യായീകരിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നതിലുള്ള ഒരു ബുദ്ധിശൂന്യത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും, സീതയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. അപ്പൊ അത്തരം ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാനും മനുഷ്യരെ ഇൻസൾട്ട് ചെയ്യാനും ഭരണഘടനയെ മാനിക്കാതിരിക്കാനും ഇവിടെ ആർക്കും അവകാശമില്ല. അങ്ങനെയുള്ള ഒരു തെളിവ് അതിനുള്ളൊരു തെളിവായിട്ട് ഇത് മാറട്ടെ. അത്തരത്തിലുള്ള സംഗതികൾ മേലാലെങ്കിലും മനുഷ്യരെ സ്നേഹത്തോടു കൂടി കാണാനും, രണ്ടു ഭാഗത്തുമാണ് ഞാൻ പറയുന്നത്, അത് ഒരു പരിഗണനയോട് കൂടിയിട്ട് ഉൾക്കൊള്ളാനും ഒക്കെ സാധ്യമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യെസ്, വളരെയധികം നന്ദി ശ്രീമതി പി ഗീത ആണിപ്പോൾ പ്രതികരിച്ചത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിനായകൻ തിരുത്താൻ തയ്യാറാകട്ടെ. കാരണം പോലീസിൻ്റെ ഈ നടപടി ചോദ്യം ചെയ്യുക, കാരണം ഇയാൾ അധിക്ഷേപ പോസ്റ്റുകളിടും, അതിനുശേഷം അത് പിൻവലിക്കും, ചിലപ്പോൾ ക്ഷമാപണം നടത്തും, പക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കും. അത്തരമൊരു നടപടിയല്ല വേണ്ടത്. ഒരു താക്കീത് തന്നെ പോലീസ് കൊടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം. ഇനി വിനായകൻ ഒരാളെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ മാത്രമല്ല പൊതുസമൂഹത്തിൽ ആരെയും ഈ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത, രീതി ഇനി വിനായകൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല.